ഹേയ്, പുതുതായിട്ട് വന്ന ഫ്രൂട്ട് പ്ലാന്റ്സിൻ്റെ അപ്ഡേഷനായിട്ടാണ് ഇന്നത്തെ വീഡിയോ. ശ്രീലങ്കൻ തെങ്ങിൻ്റെ തൈകളെത്തിൻ്റെ ഹൈബ്രിഡ് ശ്രീലങ്കൻ തെങ്ങ്. ഒരു തേങ്ങയിൽ 2 ലിറ്റർ വരെ വെള്ളം കിട്ടാവുന്നത്ര സൈസിൽ നല്ല ഹെവി സൈസിൽ കായ്ക്കുന്ന തെങ്ങിൻ്റെ ഒരു 3.5 വർഷം കൊണ്ടൊക്കെ റിസൾട്ട് കിട്ടുന്ന ഒരുപാട് പേര് എൻക്വയറി ചെയ്ത ശ്രീലങ്കൻ വെറൈറ്റി എത്തിയിട്ടുണ്ട്. ഡി ഗംഗാമോടത്തിൻ്റെ നല്ല തൈകളെത്തിയിട്ടുണ്ട്. അർക്കാക്കിരൻ ജാർവി റെഡിൻ്റെ നല്ല തൈകളെത്തിയിട്ടുണ്ട്. അർക്കാക്കിരനൊക്കെ നല്ല ഹെൽത്തി ആയ 160 രൂപക്ക് കൊടുക്കുന്ന ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സുകൾ എത്തിയിട്ടുണ്ട്. നാംഡോക്കുമായി ഇപ്പോൾ ഒരുപാട് ചർച്ചാ വിഷയമായ വെറൈറ്റിയാണ് നാംഡോക്കുമായി. അതിൻ്റെ നല്ല ക്വാളിറ്റിയുള്ള ഗ്രാഫ്റ്റ് ചെയ്തതും ബഡ് ചെയ്തതുമായ തൈകൾ ഇപ്പോൾ സ്റ്റോക്കിൽ എത്തിയിട്ടുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. ഇത് അൽഫോൺസിൻ്റെ തൈകളാണ്. അൽഫോൺസ് സാധാരണ ഗ്രാഫ്റ്റ് ചെയ്ത് വന്ന തൈകളാണ് കിട്ടാറ്. ഇത് ബഡ് ചെയ്ത് വന്ന മീഡിയം വലിപ്പമുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സുകൾ അൽഫോൺസിൽ എത്തിയിട്ടുണ്ട്. 350 റേഞ്ചിൽ വരുന്ന തൈകളാണ്. സൂപ്പർ ക്യൂൺ സ്ഥലമുള്ളവർ എന്തായാലും ഒരു സൂപ്പർ ക്യൂണിൻ്റെ തൈ വെക്കണം. ഐസ്ക്രീം സ്കൂപ്പ് ചെയ്ത് കഴിക്കുന്ന പോലെ അത്രയും ടേസ്റ്റായിട്ട് കഴിക്കാൻ പറ്റിയ നല്ലൊരു മാവിൻ്റെ വെറൈറ്റിയാണ് ഈ സൂപ്പർ ക്യൂൺ. എന്തായാലും ഒരു തൈ വാങ്ങി വെക്കാൻ ശ്രമിക്കണം. ജഹാംഗീർ മാവിൻ്റെ നല്ല തൈകളും ഇപ്പോൾ സ്റ്റോക്കിൽ എത്തിയിട്ടുണ്ട്. ഇത് മിയാസാക്കി മാവിൻ്റെ ഒരു 3.5 അടി 4 അടിയൊക്കെ ഹൈറ്റുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സുകൾ എത്തിയിട്ടുണ്ട്. ചന്ദ്രകാരൻ്റെ നല്ല ഗ്രാഫ്റ്റ് ചെയ്ത തൈകളും ഇപ്പോൾ സ്റ്റോക്കിൽ എത്തിയിട്ടുണ്ട്. മീഡിയം പ്ലാന്റ്സുകളൊക്കെ നല്ല സേഫായി പാക്ക് ചെയ്ത് നമ്മൾ കൊറിയറായിട്ട് അയച്ചു തരുന്നുണ്ട്. ഇത് കൊളമ്പ് മാവിൻ്റെ തൈകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. സ്വീറ്റ് ലൂബിയുടെ വലിയ ഇലകളില്ല വലിയ കായ പിടിക്കുന്ന സ്വീറ്റ് ലൂബിയുടെ ഗ്രാഫ്റ്റ് ചെയ്ത് വന്ന നല്ല ക്വാളിറ്റിയുള്ള പ്ലാന്റ്സുകളും ഇപ്പോൾ സ്റ്റോക്കിൽ എത്തിയിട്ടുണ്ട്. ദൽഹേരി ചാമ്പകളുടെ ഒരു ബെസ്റ്റ് വെറൈറ്റിയാണ് ദൽഹേരി. അതിൻ്റെ നല്ല ഹെൽത്തി ആയ 3.5 അടിയൊക്കെ ഹൈറ്റില്ല 300 രൂപക്ക് കൊടുക്കുന്ന നല്ല പ്ലാന്റ്സുകൾ എത്തിയിട്ടുണ്ട്. തെക്കൻ്റെ കുരുമുളകാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. കുറച്ച് മാത്രം തൈകൾ എത്തിയിട്ടുണ്ട്. ബ്ലാക്ക് ഞാവലിൻ്റെയും അതുപോലെ തായ്ക്കിങ് ബ്ലാക്ക് ഞാവലിൻ്റെയും തൈകൾ എത്തിയിട്ടുണ്ട്. 250 രൂപയാണ് സാധാ ഞാവലിൻ്റെ റേറ്റ് വരുന്നത്. 400 രൂപയാണ് തായ്ക്കിങ് ഞാവലിൻ്റെ റേറ്റ് വരുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത തൈകളാണ് തായ്ക്കിങ് ഞാവലൊക്കെ ഇപ്പോൾ സ്റ്റോക്കിലെത്തിയുള്ളത്. ഹിമാപസന്ത് ടേസ്റ്റ് കൊണ്ട് അടിപൊളി ഒരു മാങ്ങയാണ് ഹിമാപസന്ത്. കുറച്ച് സമയം എടുക്കും കായ പിടിക്കാൻ, പക്ഷെ നല്ല ടേസ്റ്റിയായ മാങ്ങയാണ്. അതിൻ്റെ തൈകൾ എത്തിയിട്ടുണ്ട്. കാറ്റിമോൺ ഓൾ സീസൺ മാങ്ങയിൽ പെട്ടൊരു വെറൈറ്റിയാണ് കാറ്റിമോൺ. വീട്ടിൽ വെക്കാവുന്ന ഒരു ബെസ്റ്റ് വെറൈറ്റിയാണ്. ഈ തൈകൾ വെച്ചാലും 2 കൊല്ലം കൊണ്ടൊക്കെ ഈസി ആയിട്ട് റിസൾട്ട് കിട്ടാവുന്നത്ര സൈസുള്ള തൈകളാണ്. ഇത് വിയറ്റ്നാം സൂപ്പർ വെള്ളിയുടെ നല്ല ബുഷിയായ തൈകളാണ്. 350 രൂപക്ക് കൊടുക്കുന്ന വലിയ കവറിലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സുകൾ ഇപ്പോൾ സ്റ്റോക്കിലെത്തിയിട്ടുണ്ട്. റെയിൻ ഫോറസ്റ്റ് പ്ലംസിൻ്റെ നല്ല തൈകളും പുതുതായിട്ട് സ്റ്റോക്കിൽ വന്നിട്ടുണ്ട്. കുറച്ച് തൈകൾ മാത്രമാണ് എത്തിയിട്ടുള്ളത്. ഇത് ലെമണിൻ്റെയും അതുപോലെ കെൽഡാങ്ങിൻ്റെയും നല്ല തൈകൾ എത്തിയിട്ടുണ്ട്. കെൽഡാങ് ഒരുപാട് പേര് അന്വേഷിച്ചൊരു വെറൈറ്റി ആയിരുന്നു, അതും കൊണ്ടുവന്നിട്ടുണ്ട്. ജാതിയുടെ കുറച്ച് ബഡ് ചെയ്ത് വന്ന നാടൻ ജാതിയിൽ ബഡ് ചെയ്ത് വന്ന കുറച്ച് തൈകൾ എത്തിയിട്ടുണ്ട്. ജബോട്ടിക്കാവിടെ ലെയർ ചെയ്ത് വന്ന നല്ല തൈകളും ഇപ്പോൾ സ്റ്റോക്കിലുണ്ട്. ഉമ്മർചാമ്പയുടെ അത്യാവശ്യം ഒരു മീഡിയം പ്ലാന്റ്സുകൾ ഇപ്പോൾ സ്റ്റോക്കിലുണ്ട്. 140 രൂപക്ക് കൊടുക്കുന്ന വിയറ്റ്നാം സൂപ്പറുകളുടെ തൈകളാണ് നമ്മൾ ഈ കാണുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ്. വലിയ തൈകളിൽ കുളമ്പിൻ്റെയൊക്കെ നല്ല തൈകൾ എത്തിയിട്ടുണ്ട്. കോട്ടൂർക്കോണത്തിൻ്റെയും വലിയ തൈകൾ ഇപ്പോൾ സ്റ്റോക്കിലുണ്ട്. ഏകദേശം ഒരു 7 അടി 8 അടി ഹൈറ്റില്ല. അടുത്ത കൊല്ലം എന്തായാലും കായ്ക്കാൻ ചാൻസ് ഇല്ല. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ് കുളമ്പിൻ്റെയൊക്കെ ഇപ്പോൾ എത്തിയിട്ടുള്ളത്. ഇത് J33 പ്ലാവിൻ്റെ തൈകളാണ്. ഏകദേശം ഒരു 1.5 വർഷമൊക്കെ പ്രായമല്ല, അത്യാവശ്യം നല്ലൊരു ആൽപ്പൊക്കൊക്കെ ഉള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സുകൾ ബുഷി ആയിട്ടുള്ള പ്ലാന്റ്സുകളും ഇപ്പോൾ സ്റ്റോക്കിൽ വന്നിട്ടുണ്ട്. വിയറ്റ്നാം സൂപ്പറുകളുടെ അടുത്ത കൊല്ലം എന്തായാലും കായ പിടിക്കാവുന്നത്ര നല്ല കടവണ്ണും നല്ല ബുഷി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സുകൾ വിയറ്റ്നാം സൂപ്പറുകളുടെ എത്തിയിട്ടുണ്ട്. 900-850 റേഞ്ചാണ് അതിൻ്റെ റേറ്റ് വരുന്നത്. ഇത് തായ്ലാൻഡ് റെഡ് ജാക്കിനെയാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. വിയറ്റ്നാം സൂപ്പറുകളുടെ ഒക്കെ കടവണ്ണം കണ്ട് ഞങ്ങൾക്ക് മനസ്സിലാവും. എന്തായാലും അടുത്ത കൊല്ലം കായ്ക്കാവുന്നത്ര കടവണ്ണൊക്കെയുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ്. വലിയ കുഴിയെടുത്ത് വെക്കുകയാണെങ്കിൽ എന്തായാലും അടുത്ത സീസണൊക്കെ ആകുമ്പോൾ നന്നായിട്ട് കിട്ടുകയാണെങ്കിൽ പിടിച്ച് കിട്ടും. ഇത് തായ്ലാൻഡ് റെഡ് ജാക്കിൻ്റെ തൈകളാണ്. 900-1000 റേഞ്ചിൽ കൊടുക്കുന്ന പ്ലാന്റ്സുകളാണ്. അത്യാവശ്യം നല്ല ബുഷിയായ പ്ലാന്റ്സാണ്. ബനാന സപ്പോർട്ടർ ഒരു 7 അടി 8 അടിയൊക്കെ ഹൈറ്റില്ല നിറയെ പൂവൊക്കെ ഇട്ട് തുടങ്ങിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സുകൾ ഇപ്പോൾ സ്റ്റോക്കിലെത്തിയിട്ടുണ്ട്. കാലാപ്പാടിന് നല്ല ഹെൽത്തി ആയിട്ടുള്ള 300 രൂപക്ക് കൊടുക്കുന്ന സൂപ്പർ പ്ലാന്റ്സുകൾ എത്തിയിട്ടുണ്ട്. നല്ലൊരു വെറൈറ്റിയാണ് കാലാപ്പാടി. കടച്ചക്ക അതുപോലെ ട്രോപ്പിക്കൽ അവക്കാഡറൊക്കെ നിറച്ച് കുറച്ച് മാത്രം തൈകൾ സ്റ്റോക്കിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ നഴ്സറി വന്ന് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ മുള്ളൂർക്കരയാണ്. തൃശ്ശൂർ ഷൊർണൂർ ഹൈവേയിൽ തന്നെയാണ് വരിക. ഷൊർണൂരിൻ്റെയൊക്കെ എത്തുന്നതിന് മുന്നേ മുള്ളൂർക്കര എന്ന് പറഞ്ഞ സ്ഥലത്തായിട്ടാണ് ഈ നഴ്സറി വരിക. പ്ലാന്റ്സ് മീഡിയം പ്ലാന്റ്സുകളൊക്കെ കാണിച്ചതൊക്കെ നമുക്ക് നല്ല സേഫായി പാക്ക് ചെയ്ത് കൊറിയറായിട്ട് അയച്ചു തരും. കൊറിയറിനായിട്ട് മുകളിൽ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ ജസ്റ്റ് ഒരു മെസ്സേജ് അയച്ചാൽ മാത്രം മതി. ഇന്ത്യൻ കിസാൻ മാർട്ട് തൃശ്ശൂർ ഡിസ്ട്രിക്ട്.